സീന് മോനെ ഫ്രണ്ടിലാണ്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് അറൗണ്ട് 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് എത്തണം. അപ്പോൾ അവിടെ 9 to 9:30 ഇടയിലാണ് ഞങ്ങൾക്ക് ബസ്, സ്ലീപ്പർ ബസ്സാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ബേക്കറിൽ എടുത്തൊരു കേക്ക് മേടിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഉമ്മാടെ വീട്ടിൽ നിന്ന് കേട്ടോ ബാംഗ്ലൂർക്ക് പോണത്. 2 മാമമാര് വന്നിട്ടുണ്ട്. അപ്പൊ മാമാടെ കൂടെയാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോണത്. അപ്പൊ ഞങ്ങളൊരു 14 ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പൊ ഞങ്ങൾ 2 കാറിലായിട്ടാണ് തൃശ്ശൂർ മണ്ണുത്തിയിൽ നമ്മള് ഒരു മയൂര ബാർ ആൻഡ് ഹോട്ടൽ എന്തോ ഉണ്ട്, അതിന്റെ മുമ്പിലാണ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഡിസ്കസ് ചെയ്യണം എങ്ങനത്തെ ബസ്സാവുന്നില്ല. ഞങ്ങൾ മിക്കൊരു സ്ലീപ്പറിൽ കയറില്ല. അപ്പോൾ ഓരോ ബസ് പോകുമ്പോൾ ഇങ്ങനത്തെ ബസ്സാന്നൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ബസ് വരാൻ 10 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ 2 കസിൻസും കൂടിയിട്ട് അടുത്തുള്ളൊരു ബേക്കറി പോയിട്ടോ എന്തെങ്കിലും കല്ലറച്ചില സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിസ്ക്കറ്റും മുട്ടായും പെപ്സി അങ്ങനത്തെ ഒക്കെ ഓരോന്നൊക്കെ മേടിച്ച് എന്നിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും ടോയ്ലറ്റ് പോകാൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ സംഭവം ചോദിച്ചാൽ 6 to 7 hours ബസ്സിലിരിക്കണം. അപ്പോൾ ഇടയിൽ ബസ് നിർത്തും, പക്ഷെ എപ്പോഴാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ അനുവാദം ചോദിച്ചപ്പോൾ അവർ പോയിക്കോളാൻ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ലഗേജൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്ലീപ്പിംഗ് ബസ്സിൽ പോണത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെയാവും ബസ്, എങ്ങനത്തെ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ മാമ സീറ്റൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്കായിട്ട് മാമ സീറ്റ് സോർട്ട് ചെയ്ത് തരുമായിരുന്നു കേട്ടോ, ഏതൊക്കെ സീറ്റ് എന്നുള്ളത്. അപ്പോൾ സിംഗിൾ ബെഡ്സും ഉണ്ട്, പിന്നെ ഡബിൾ ബെഡ്സും ഉണ്ട്. അപ്പം ഞാനും എൻ്റെ ഒരു മാമാടെ മോളോ ഐബും കൂടിയിട്ട് ഡബിൾ ബെഡിൽ കിടക്കാൻ വിചാരിച്ചു. അതാകുമ്പോൾ ഞങ്ങൾക്ക് 3 ആൾ കൂടി സിമ്പിളായിട്ട് കിടക്കാമല്ലോ. അപ്പോൾ പിന്നെ അടിയിലും 2 സീറ്റ്, ബാക്കിയൊക്കെ മേലെ. അപ്പം ഞാൻ മേലൊക്കെ അങ്ങനെ ഐബിനോട് കൊടുത്തിട്ട് കയറും. ആദ്യമൊക്കെ കാറിലൊക്കെ ബസ്സിൽ മേലൊക്കെ കയറാനുള്ള അങ്കക്കെട്ടായിട്ട് നിങ്ങൾ കണ്ടിരുന്നു, പേടിയായിട്ട്. പിന്നെ ഞാൻ ഒരുവിധം ഇങ്ങനെയൊക്കെ കയറി ഒപ്പിച്ചിരുന്ന്. അപ്പം ഐബുവിന് പിന്നെ അങ്ങോട്ട് കയറ്റാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് എല്ലാവരും ഇരുന്നിരുന്നത്. മാമാടെ മക്കളെ കൂടെ അവ ഇരിക്കരുന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കും, അതിന് മുമ്പിൽ പേടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നല്ല പണിയാവും. നമ്മൾ കാറിയിട്ട് പോയില്ല, അങ്ങോട്ട് കൂടെ കൂടി കളിക്കും, ഇടയിൽ ഗ്യാപ്പല്ലേ, പിന്നെ നല്ല ജെർക്കിങ് ഉണ്ടാവില്ല ബസ് പോകുമ്പോൾ. അപ്പോൾ ഐബൊന്നും ഉച്ചക്ക് അധികം ഉറങ്ങിയിട്ടില്ല. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ വേഗം ഉറങ്ങും, ലൈറ്റ് ഓഫ് ആക്കി ഇങ്ങനെ എടുക്കാൻ വിചാരിച്ച്. അങ്ങനെ മെല്ലെ ഐബുവിനെ എടുത്ത് എന്നിട്ടൊരു 10:45 ആകുമ്പോൾ പാവം വേഗം ഉറങ്ങിയിട്ട. കാരണം എന്താ വെച്ചാൽ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട്. പിന്നെ മാമി ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കണം വിചാരിച്ചിട്ട്. അപ്പം ഞാനും അനയും കൂടിയിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ആകുമ്പോൾ എണീറ്റ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ബസ്സിൽ ഇത് തോന്നിയത് എന്താ വെച്ചാൽ പ്രൈവസി ഉണ്ട്. കാരണം നമുക്ക് കർട്ടന് ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പിൽ കർട്ടൻസ് ഉണ്ട്, അതൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മൾ പരിചയക്കാരല്ലെങ്കിൽ പോലും നമുക്ക് പ്രൈവറ്റായിട്ട് സുഖമായിട്ട് കിടക്കാം. അപ്പം രാവിലെ 6:15 ആകുമ്പോൾ നമുക്ക് 6:30 ബസ് ഇറങ്ങണം. അപ്പോൾ ഓരോരുത്തരായിട്ട് എണിപ്പിച്ച് ഓരോരുത്തർ കർട്ടനൊക്കെ തുറന്ന് പുറത്തു പോയി ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അപ്പോൾ ഐബ് ആണെങ്കിൽ കറക്റ്റ് സമയത്ത് എണിച്ചപ്പോൾ നല്ല ടെൻഷനായിരുന്നു. അത് നോക്കുമ്പോൾ ഐബ് സുഖമായി ഇറങ്ങി, ഒരു നല്ല മൂഡിലായിട്ട് എണിച്ചത്, ഇല്ലെങ്കിൽ നല്ല ചവറ് സ്വഭാവമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി ലഗേജസ് ഒക്കെ ക്യാരി ചെയ്തിട്ട് 2 ടാക്സി മാമ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ 2 ടാക്സിയിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 ദിവസം അവിടെ കറങ്ങണേന് 2 ദിവസം മൊത്തം അവരുണ്ടാവും. അങ്ങനെ ഊബറിനായിട്ട് നല്ലത് ഇതല്ലേ, ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും വിളിക്കാനായിട്ട് ഭേദം. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ മാമ 2 വണ്ടിക്ക് കയറാനുള്ള ആൾക്കാരൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളോട് കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ലഗേജൊക്കെ കൊടുത്തിട്ട് വണ്ടി കയറിയിരുന്നിട്ടോ. അപ്പോൾ വണ്ടി കയറുന്നതിനിടയിൽ ഞാനിങ്ങനെ മറ്റേ ചില്ലൊക്കെ കണ്ടപ്പോൾ വെറുതെ പട്ടിഷൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നിട്ടോ. എന്നിട്ട് ഞങ്ങൾ കയറി. എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, 10 മിനിറ്റോളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ റൂമിലെ അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഫ്ലാറ്റ് 2 2 BHK ഫ്ലാറ്റ് പോത്തായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മേലെ
ഒരു 2 BHK ഫ്ലാറ്റും അടിയിൽ 2 BHK ഫ്ലാറ്റും അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ റൂമിൽ എന്താ വെച്ചാൽ കിച്ചൺ ഉണ്ടായിരുന്നു, പിന്നെ 2 റൂം, ബാത്റൂം, പിന്നെ നമുക്കൊരു ഇതുണ്ട് പുറത്ത് തുണികളൊക്കെ ഇടാനുള്ളത് ബാൽക്കണി പോത്തുണ്ടായിരുന്നു. അപ്പം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റൂംസ് ആയിരുന്നിട്ടാ. മറ്റേ ബാത്റൂം ആയാലൊക്കെ നല്ല ക്യൂട്ടും ക്ലീൻ ആയിട്ടുള്ളത് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബാൽക്കണിയിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടിടാൻ ചെറിയൊരു ബാൽക്കണി. എന്തായാലും ഞങ്ങൾ അവിടെ നേരത്തെ എത്തിയത്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുക്കാൻ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടായി. ഇപ്പോൾ കുറച്ച് നേരം കളിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തർ ഡ്രസ്സൊക്കെ മാറ്റി ഐബുവിന് ഭക്ഷണമൊക്കെ കൊടുത്തു. കാരണം അവൻ നേരത്തെ വെച്ചുകൊണ്ട് മിക്കവരും ഉറങ്ങുമെന്ന് അറിയായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്ത് സെറ്റാക്കി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പോവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് സൂക്കാട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ സൂക്ക് എത്തിയ ശേഷം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ, സിംഗിൾ ഫോട്ടോ, അങ്ങനെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഫസ്റ്റ്. പിന്നെ നമ്മൾ ആദ്യം സഫാരിക്ക് പോണത്. അപ്പോൾ ജീപ്പ് സഫാരി ഉണ്ട്, ബസ് സഫാരി ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ് സഫാരി ആയിട്ട് ചൂസ് ചെയ്ത്, കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബസ്സിൽ അവർ കാടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഓരോ മറ്റേതുണ്ട് എന്താ പറയുക ഗേറ്റ്, ആ ഓരോ ഗേറ്റിൻ്റെ ഉള്ളിൽ ഓരോ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് കയറി ജനലിൻ്റെ അവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഓരോരുത്തർ നോക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് മാനിനെ കേട്ടോ. അപ്പം ഐബൂന് മാനിനൊക്കെ കാണിച്ചു കൊടുക്കണ്ട. ഐബൂന് ആനനെ കോഴിനൊക്കെ അറിയില്ല. മാനൊന്നും കണ്ടിട്ട് അവർക്ക് അന്തവിട്ട് നോക്കിയിരുന്നു. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അപ്പം നമ്മൾ മാനാണെന്നൊക്കെ മൂപ്പരാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്താ പറയുക നോക്കണം എത്ര മാനൊക്കെ കുറേ മാനിട്ടേ ഇപ്പോ. അടുത്ത് നമ്മൾ കണ്ടത് കരടിനെ ഇട്ടാണ്. കരടിനെ കണ്ടിട്ട് ആ കരടിന്റെ റോട്ടിലൊക്കെ എടുക്കണം. അതാണ് ഏറ്റവും ഇതായത് കരടി റോട്ടിലൊക്കെ റോഡിന്റെ സൈഡിൽ കരടി നോക്കിയിട്ട് നമ്മളിട്ടാ. ഇവിടെ ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ പുലിനീട്ട് കണ്ടിട്ട് പുലി അവിടെ തള്ളി പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടെ നോക്കിക്കുന്നു. ഇങ്ങനെ എന്താ പുലിയുടെ ഉഷാരം കണ്ടിട്ട് പുലി സീന് മോനെ ഫ്രണ്ടിലാണ്. ഫ്രണ്ടില് വരും സിംഹത്തിന് കണ്ടപ്പോ എല്ലാവരും കൺട്രോൾ പോയിട്ട് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ. അത്രയും ക്ലോസ് ആയിട്ട് കാണാം. നിങ്ങളൊക്കെ ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോ എത്ര ഇതല്ല, നമുക്ക് നല്ലതായിരുന്നു സിംഹത്തിന് അടുത്തുനിന്ന് കണ്ടപ്പോ കേട്ടോ. അതെന്താ ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സാധാ സൂക്കാ പോയി. ജീപ്പ് സഫാരി ഒന്നും ഇല്ലാണ്ട് നമുക്ക് നടന്നു കാണാൻ പറ്റി സാധാ സൂക്കാട്ടോ പോയത്. എന്ത് കാണാൻ പോണേ? ബീബ. എന്താ സീബ്ര പറ? ബീബ എത്ര? ബീബ
എന്താ വിളിക്കണേ? എന്താ വിളിക്കണേ ഇപ്പൊ? ജിറാഫ്. എന്താ ഇപ്പൊ? ജിറാഫ്. ഞങ്ങളത് സൂലൊക്കെ നടന്ന് കാണാൻ വിചാരിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ചിലതൊക്കെ കണ്ട് തന്നെ ജിറാഫ് അങ്ങനത്തെ ചിലതൊക്കെ കാണാത്തുണ്ടെങ്കിൽ പിന്നെ ബിയറൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കണ്ടുകൊണ്ട് അങ്ങനെ ആരും പിന്നെ നടക്കാനൊരു മൂടുണ്ടെന്നില്ല. അപ്പൊ പിന്നെ ചെറിയ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഓടിച്ചു വിട്ട് കാണുകയും ചെയ്തത്. പൂ പിടിച്ചേർന്നു കേട്ടോ. അയ്യോ ഓടിക്ക് പശുണ്ട് ഇവിടെ. പശുണ്ട് വേമ ഉമ്മാക്കി വരൂ. പശു അല്ല മിസ്റ്റർ. അയ്യോ പൂയി. അപ്പൊ പൂ എടുത്തോടത്തോടാ എമ്മിനെ വെക്കേ. ഇതാണ് അതിനെ ചൊവ്വില്ലാത്ത സാധനം. എന്താണ് ഒരു ചൊവ്വിന്റെ വിജയുടെ കൂടെ അഭിനയിച്ച അയ്യോ നോക്കിയേ. അയ്യോ അയ്യോ എന്താ? അയ്യോ എന്താ? ഓനോ എന്താണ്? എന്താണ്? വേറെ കൊറേ മറ്റേ ജിറാഫ് അങ്ങനെയൊക്കെ കാണിച്ചത് മൂപ്പരാൾക്ക് വലിയ തോന്നി. പക്ഷെ ആനനെ കണ്ട മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടട്ടാ. ഞാൻ ആനനെ കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റിൽ കണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് ചെറിയ ചെറിയ ഇതില് ബേർഡ്സുകള് അതുപോലെ സ്നേക്ക് അങ്ങനത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് പോയി. പക്ഷെ ഇക്കതൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ബേർഡ്സിനൊന്നും കാണാം. അതൊക്കെ പിന്നെ ഒരു കുറച്ച് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഓടി പകുതിക്ക് വെച്ച് പുറത്തേക്ക് വന്നു. എന്താ പറയ താറാവ് പറയുക ഞാൻ പറഞ്ഞില്ല. അതാ ഇപ്പൊ സാധനം ഇപ്പൊ കുഞ്ഞി പാമ്പാണ്. പാമ്പിച്ച് ഓ പിടിക്കും പാമ്പിച്ച് പിടിക്കൂട്ടോ. അവിടുന്ന് പിന്നെ വേഗം ഇറങ്ങിയിട്ട് കാരണം എനിക്ക് ആമനെയും മറ്റേ പാമ്പിനൊന്നും പുലിനെയും ഇതിനും കാണാൻ വലിയ ഇൻട്രസ്റ്റും തോന്നിയിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി. ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് പിന്നെ നമ്മളൊരു ഹോട്ടലിലേക്ക് പോയി. കാരണം അത്യാവശ്യം ടൈമായിട്ട് നമ്മളവിടെയൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേന് അത്യാവശ്യം ടൈം. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി 14 ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി മേലെയാണ് സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ മേലേക്ക് പോയി. എന്നിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പലതും മിക്സ്ഡ് ആയിട്ടാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി, ഫ്രൈഡ് റൈസ്, പൊറോട്ട അങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഓർഡർ ചെയ്ത്. പക്ഷേ ഞാനൊരു കാര്യം പറയും, എൻ്റെ മക്കള് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി ബിരിയാണി ഓർഡർ ചെയ്ത് പണി കിട്ടി ഞങ്ങൾക്ക്. ഞാൻ ഫസ്റ്റ് ദിവസം ബിരിയാണി ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ദിവസം ഞാൻ ഓർഡർ ചെയ്യുന്നില്ല. ഒരു ജോലി നമ്മുടെ നാട്ടിൽ ബിരിയാണിയേ ഇല്ല. ഫ്രൈഡ് റൈസ് പിന്നെയും കുഴപ്പമുണ്ടെന്നില്ല കേട്ടോ. എന്താ ഇപ്പൊ എന്റെ പ്ലേറ്റ് കാണുന്നു. അപ്പൊ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കണേ. ഏതായാലും ലാൽബാഗ്. പിന്നെ നമ്മൾ അന്ന് പോയത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ ചോദിച്ചാൽ ലാൽബാഗ് ഒരു പാർക്കായിരുന്നു കേട്ടോ. അത് ബാംഗ്ലൂരിലത്തെ വൺ ഓഫ് ദി ഫേമസ് പാർക്കാണ്. കുറേ കാലം മുമ്പുള്ള ഒരു പാർക്കാണ്. നല്ല രസമുള്ള ഒരു പാർക്ക്. അതായത് നമുക്കിങ്ങനെ കുറെ നേരം വന്നിരിക്കാം. അത്യാവശ്യം അവിടെ ക്ലൈമറ്റ് എങ്ങനെ വെച്ചാൽ നമുക്ക് വെയിലുണ്ടെങ്കിൽ നമുക്ക് ചൂട് തോന്നില്ല. നല്ലൊരു ക്ലൈമറ്റ്. നമ്മൾ വേർക്കണേ ഉണ്ടെന്നില്ല. പിന്നെ ഇപ്പൊ കുറച്ചു നേരം അവനെ അവിടെ കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങിയിരുന്നു. അപ്പൊ അവിടെ പായല് കിടത്തി. പിന്നെ അവിടെ ഓടി കളിക്ക് നല്ല ഇഷ്ടമായി. മുപ്പഴൊക്കെ നല്ല പുല്ലുപോത്തിലാണല്ലേ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് കുറെ നേരം കിടന്ന് ഞാനൊക്കെ ഇവിടെ കിടന്ന് നല്ല പുല്ലൊക്കെ അല്ലേ. പിന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് മാമമാരും ഞങ്ങളും ഉമ്മയും ജോലിയും കൂടി വർത്താനം പറഞ്ഞ്. പിന്നെ ഇതിന്റെ മറ്റേ സൈഡില് എന്താ വെച്ചാൽ മലയുണ്ട്. മലയുടെ മേലെ ഒരു അമ്പലമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ നേരത്തെ ഉച്ച വെയിൽ സമയം ഞങ്ങൾ പോയില്ല. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോണ വഴിക്ക് നമുക്ക് ജ്യൂസും മറ്റേ മാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ കുറെ സ്വീറ്റ് കോൺ തപ്പിട്ടൊക്കെ കിട്ടിയില്ല. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടം. അത് കിട്ടിയൊന്നുമില്ല. കുഴപ്പമില്ല വിചാരിച്ചിട്ട് അങ്ങനെ മലയുടെ മേലെ കയറാൻ വേണ്ടി പോയി. അപ്പം ഞാൻ മുമ്പ് ഇതുപോലെ അമ്പിടിയും കാക്കാടൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ മലയുടെ മേലെ അമ്പലം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം അമ്പലം വന്നേക്കണം. അപ്പം നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഞാൻ അവിടെയും കൂടി കയറാം
ഫോട്ടോ എടുക്കുക, ആ വ്യൂ പോയിന്റ് കാണാം, അമ്പലം കാണാം, അങ്ങനെ. എന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാവരും കൂടി കയറി. അപ്പം ഞാനും വലിയ ഓടിക്കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ജേസനും മാമാടെ താളമൂലും കൂടി ഓടിക്കയറാനുള്ള അങ്കൊക്കെ നോക്കിയിട്ടാണ്. അപ്പം നമ്മൾ ആ മലയുടെ അവിടുന്ന് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചു. 6:30 അയക്കണ്. പിന്നെ എല്ലാവർക്കും കുറച്ച് ടൈം നമ്മൾ വന്നതും അല്ലേ, ടയേർഡ് വേഗം കയറാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് റൂമിൻ്റെ അവിടേക്ക് പോയി. നോക്കുമ്പോൾ അവിടെ എന്തോ ഗണേശോത്സവം, അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ ചെയ്തു. അപ്പോൾ ആദ്യം ക്രാക്കേഴ്സ് പൊട്ടിക്കലും ഒക്കെ റോട്ടിൽ ബേളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ കാർ നിർത്തിയിട്ട് നടന്ന് പോയച്ച്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്, രാവിലെ മുതൽ തിരഞ്ഞുകൊണ്ടിരുന്ന സാധനം കണ്ടുപിടിച്ചു ഗായ്സ്. സ്വീറ്റ് കോൺ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്, കാരണം എനിക്ക് ഞങ്ങൾ മലേഷ്യ പോയിട്ടുണ്ട് ഷാമയൊക്കെ വന്നിട്ട്. അപ്പോൾ പോയപ്പോൾ തുടങ്ങിയ ഒബ്സെഷനാണ് സ്വീറ്റ് കോണിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുന്ന് സ്വീറ്റ് കോൺ കുറേ തിന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ബട്ടറിൽ സ്വീറ്റ് കോണാണ് പറഞ്ഞത്. പക്ഷെ വീട്ടിൽ വന്ന് തിന്ന് നോക്കുമ്പോഴാണ് ഇവർ ചാറ്റ് മസാല ഇട്ടിട്ട്, ചാറ്റ് മസാലയുടെ ഒരു കുത്ത് നിന്നാലും തിന്നു. തെരഞ്ഞു പിടിച്ച് നടന്നതായിരുന്നു രാവിലെ മുതലേ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് 4 ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീറ്റ് കോൺ എല്ലാവരും കൂടി തിന്നു. അങ്ങനെ പടക്കം പൊട്ടിക്കലും തുള്ളലൊക്കെ നോക്കിയിരുന്ന് കുറേ നേരം. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാം ടയേർഡായിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണ്ട, വീട്ടിലേക്ക് ഓർഡർ വിചാരിച്ചിട്ട് അങ്ങനെ KFC ഓർഡർ ചെയ്ത് KFC ഒക്കെ തിന്നത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് നന്ദി ഹിൽസൊക്കെ പോകേണ്ടത് രാവിലെ. പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ പാർട്ട് 2 ഇനി നന്ദി ഹിൽസിൽ പോണതും സ്നോയിൽ പോണതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നത്തേക്ക് ഇത്രയുള്ള ടാറ്റ ബൈ, സീ യു.